കേറി വാടാ മക്കളെ എന്ന ഒരൊറ്റ ഡയലോഗ് മതി ഗോഡ് ഫാദർ എന്ന സിനിമ മനസ്സിലേക്ക് ഓടിയെത്താൻ അല്ലേ? ചില സിനിമകളിൽ കുറച്ച് ഹിഡൻ സീക്രട്സ് കാണും. ഡയറക്ടർ ബ്രില്യൻസ്. ഇന്ന് ഗോഡ് ഫാദർ സിനിമയെ കുറിച്ച് ഞാനൊരു കഥ പറയാം. ചിത്രത്തിന്റെ പകുതി ഭാഗത്ത് സ്വാമിനാഥന് ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് വെളിപ്പെടുന്നുണ്ട്. പക്ഷെ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഡയറക്ടർ അത് പറയാതെ പറയുന്നുണ്ട്. കടപ്പുറം കാർത്തിയാനിയുടെ ഈ ഡയലോഗ് കേട്ടോ. പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ആണുങ്ങളാണെങ്കിൽ വാടാ, തൊട്ടു നോക്ക്, പെണ്ണിന്റെ ചൂടെന്താണെന്ന് കാണിച്ചുതരാം. ഈ ഡയലോഗ് കേട്ടിട്ടും ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും ആ സ്ത്രീയെ തല്ലുന്നില്ല. പക്ഷേ സ്വാമിനാഥൻ തല്ലുന്നുണ്ട്. അതിലൂടെ തന്നെ വ്യക്തമാണല്ലോ. ഈ സിനിമയിലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. കുടുംബ ശത്രുക്കളൊക്കെയാണ്, പക്ഷെ ഈ പേരൊന്ന് ശ്രദ്ധിക്കൂ. ബാലരാമൻ, പരശുരാമൻ, സ്വാമിനാഥൻ, ഭൂമിനാഥൻ, പ്രേമചന്ദ്രൻ, ഹേമചന്ദ്രൻ, രാമചന്ദ്രൻ, വീരഭദ്രൻ. അഞ്ഞൂറാന്റെ മകൻ ബാലരാമന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണല്ലോ കുടുംബ ശത്രുതയ്ക്കുള്ള കാരണം. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അതിനു മുന്നേ വൈരാഗ്യം വേണമല്ലോ. അത് ശരിവെക്കുന്നതാണ് ഈ ഡയലോഗ്. നിന്റെയൊക്കെ അച്ഛൻ മരിക്കണവരെ അഞ്ഞൂറാനോട് തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കും ഈ കുടുംബ ശത്രുതയ്ക്കുള്ള കാരണം എന്തായിരിക്കും? കാരണം നിങ്ങൾക്ക് ഊഹിക്കാമോ? താഴെ കമന്റ് ചെയ്യുക.